ഞാനൊക്കെ എന്റെ ചെറുപ്പകാലത്ത് ഇവിടെ അച്യുതമേനോൻ സർക്കാരാണ് ഭരിച്ചിരുന്നത്. CH മുഹമ്മദ് ബായ സാഹിബായിരുന്നു അതിലെ വലിയ ഒരു മന്ത്രി. ബാഫഖി തങ്ങളും പാണക്കാട് തങ്ങളുമൊക്കെ ആ CPI എന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടി ആഹ്വാനം ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതുമാണ് ഞങ്ങൾ കണ്ടിരുന്നത്. ആ ബാഫഖി തങ്ങൾ കമ്മ്യൂണിസത്തിലേക്ക് ആളെ കൊണ്ടുപോയവരാണെന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? പാണക്കാട് തങ്ങളെ പറ്റി പറയാൻ സാധിക്കുമോ? ഞാൻ ഒന്നുകൂടി ചോദിക്കട്ടെ, ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ഒരു കാലത്ത് മുസ്ലിം ലീഗ് തന്നെ ഇവിടെ ഭരണത്തിൽ പങ്കാളിത്തം വഹിച്ചിട്ടില്ലേ? അങ്ങനെ വഹിച്ചിരിക്കെ ഞങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉൾക്കൊള്ളുന്ന LDF-നോ UDF-നോ വോട്ട് ചെയ്യുന്നത് ഹറാമാണെന്നോ അല്ലെങ്കിൽ അത്തരക്കാരൊക്കെ കമ്മ്യൂണിസ്റ്റുകാരാണെന്നോ ഞങ്ങൾ ഫത്വ കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ ഫത്വ കമ്മിറ്റി പോലെ പിന്നെ തിരുത്തുന്ന ഫത്വ കമ്മിറ്റിയാണോ ഞങ്ങളുടേത്? ഞാനത് വെറുതെ പറഞ്ഞതല്ല. മുസ്ലിം ലീഗിന്റെ നേതാവായ ചെർക്കുളം അബ്ദുള്ള സാഹിബ് കാഫിറാണെന്ന് നിങ്ങളുടെ ഫത്വ കമ്മിറ്റി ഫത്വ കൊടുത്തിട്ടില്ലേ? ആ ഫത്വ 2 ദിവസം കൊണ്ട് നിങ്ങൾ തന്നെ തിരുത്തിയിട്ടില്ലേ? ഇപ്പോൾ ജനറൽ സെക്രട്ടറി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാണ് ഇദ്ദേഹത്തെ താങ്ങുന്നത്? താങ്ങാൻ പറ്റുന്നതിനെയല്ലേ താങ്ങാൻ പറ്റുന്നവര് താങ്ങുക? അത് സ്വാഭാവികമല്ലേ? നിങ്ങളെ താങ്ങിയിട്ട് കിട്ടിയതെന്താ? നിങ്ങളെ താങ്ങിയിട്ട് മുസ്ലിം ലീഗിന്റെ ഒരു നേതാവിനെ പരസ്യമായി കാഫിറാണെന്ന് പ്രഖ്യാപിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? 2 ദിവസം കഴിഞ്ഞപ്പോൾ ആ ഫത്വ പിൻവലിക്കുകയല്ലേ നിങ്ങൾ ചെയ്തത്? നിഷേധിക്കാൻ കഴിയുമോ? ഇനിയും ചോദിക്കട്ടെ, നിങ്ങളെ താങ്ങാൻ പറ്റുമോ? കാരണം ഞാൻ ആധികാരികമായി തെളിവ് സഹിതമേ പറയുന്നുള്ളൂ. ഞാൻ എന്റെ ജീവിതത്തിൽ അങ്ങനെയേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയേ ഇനി ഇൻഷാല്ലാഹ് മരിക്കുന്നത് വരെ ആരോഗ്യമുണ്ടെങ്കിൽ പറയുകയും ഉള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ കൊടിയത്തൂരിൽ ഒരു മുബാഹല നടന്നിട്ടില്ലേ? ശാപപ്രാർത്ഥന. ആ ശാപപ്രാർത്ഥനയിൽ ഖാദിയാനികളോട് സഹകരിച്ചത് നിങ്ങളല്ലേ? അന്ന് ശാപപ്രാർത്ഥന നടത്തിയിട്ട് 6 മാസത്തിനകം ഇവിടെ സത്യം വെളിച്ചത്താകുമെന്ന് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടില്ലേ? ഞാൻ പത്രം സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ 6 മാസം കാത്തിരുന്നതിന് ശേഷം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ ദേശാഭിമാനി പത്രത്തിൽ ഒരു യുക്തിവാദി അതാ ദൈവം ഇല്ലെന്നുറച്ചു. കാരണം AP വിഭാഗം സുന്നികളല്ലാത്ത എല്ലാവരും പങ്കെടുത്തുകൊണ്ട് ശാപപ്രാർത്ഥന നടത്തിയിട്ട് 6 മാസത്തിനകം ഒന്നുകിൽ ഖാദിയാനി നശിക്കും, അല്ലെങ്കിൽ ഖാദിയാനിയുടെ മറുവശത്തുള്ളവർ നശിക്കും എന്നുറപ്പാണെന്ന് പ്രഖ്യാപിച്ചിട്ട് 6 മാസം കഴിഞ്ഞപ്പോൾ ദൈവം മിണ്ടിയില്ല, അതുകൊണ്ട് ദൈവമില്ലെന്നുറച്ചു എന്ന് കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് ദേശാഭിമാനിയിൽ ലേഖനം എഴുതിച്ചത് നിങ്ങളല്ലേ? മറുപടി പറയണം നിങ്ങൾ. ആരാണ് ഇവിടെ കമ്മ്യൂണിസം വളർത്തുന്നത്? ആരാണ് ഇവിടെ കമ്മ്യൂണിസം വളർത്തുന്നത്? ആരാണ് ഇവിടെ യുക്തിവാദം വളർത്തുന്നത്? ഇനിയും ചോദിക്കട്ടെ, കാസർഗോഡ് മൊഗ്രാൽ പുത്തൂരിൽ ശംസിയ തരീഖത്തിലുള്ള ജനങ്ങൾ കാഫിറാണെന്ന് നിങ്ങൾ ഫത്വ കൊടുത്തിട്ടില്ലേ? ആ ഫത്വ കൊല്ലങ്ങൾക്ക് ശേഷം നിങ്ങൾ പിൻവലിച്ചിട്ടില്ലേ? ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അറിയുന്ന ചെർക്കുളം അബ്ദുള്ള സാഹിബ് അടക്കമുള്ള, ശിഹാബ് തങ്ങൾ അടക്കമുള്ള, അഹമ്മദ് സാഹിബ് അടക്കമുള്ള, കുഞ്ഞാലിക്കുട്ടി സാഹിബ് അടക്കമുള്ള ലീഗ് നേതൃത്വം, ആ ലീഗ് നേതൃത്വം നിങ്ങൾ താങ്ങാൻ പറ്റാത്തൊരു വസ്തുവാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടതിന്റെ പേരിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചാൽ അവരെ നിങ്ങൾ ചീത്ത പറയേണ്ടതുണ്ടോ? കുറ്റം നിങ്ങൾക്കാണോ അവർക്കാണോ? ആരാണ് താങ്ങാൻ പറ്റുന്നവരെന്ന് ചിന്തിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്തൊരു സമൂഹമാണ് ലീഗ് നേതൃത്വമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? എന്തേ നിങ്ങൾക്ക് സംഭവിച്ചു പോയത്? ഇനിയും ഞാൻ ചോദിക്കട്ടെ, തീർന്നില്ല. ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇവിടെ ആളുകൾ എല്ലാം മറന്നുപോകുമെന്നാരും ധരിക്കരുത്. എല്ലാം ഓർമ്മയുള്ള ചില ആൺകുട്ടികൾ ലോകത്തുണ്ടാവും, അത് നമുക്ക് ഓർമ്മ. എന്നിട്ട് ഇവിടെ എന്താ ചെയ്തത്? അത്ഭുതം തന്നെ. ഞാൻ വായിച്ചു കേൾപ്പിക്കാം, കുറച്ച് നിങ്ങൾ ക്ഷമിക്കണം. അത് കുറച്ച് ആര്യവൈദ്യ ചികിത്സ ആവശ്യമില്ല, വെറും ഇംഗ്ലീഷ് മരുന്ന് പോരാ. ഈ കക്ഷികൾ ഇവിടെ എന്തൊക്കെ ചെയ്തു? ലീഗിനോടുള്ള വിരോധം ഏതെല്ലാം വിധത്തിൽ നിങ്ങൾ മുതലാക്കി ഇല്ലേ? ഞാൻ വായിക്കുന്ന മനോരമ. ഈ മനോരമ 2009 ജനുവരി 30 വെള്ളി. EK സുന്നി ലീഗ് ഭിന്നതക്ക് പരിഹാരം എന്നാണ് ഹെഡിങ്. ഏതായാലും ഭിന്നത ഉണ്ടെന്ന് ഉറച്ചല്ലോ. ഇനി ഇതിൽ പറയുന്ന വാചകം കേട്ടോളൂ. മുസ്ലിം ലീഗ് ദേശീയ അധ്യക്ഷൻ അഹമ്മദ് കാരന്തൂരിൽ നടന്ന മർക്കസ് സമ്മേളനത്തിൽ പങ്കെടുത്തതും പാണക്കാട് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ മർക്കസ് സുവനീറിൽ ലേഖനമെഴുതിയതും
സമസ്ത നേതാക്കളെ പ്രകോപിപ്പിച്ചിരുന്നു. അപ്പൊ ആരാണ് ശിഹാബ് തങ്ങളെക്കെതിരായി സംസാരിച്ചത്? ആരാണ് ഈ അഹമ്മദിനെതിരായി സംസാരിച്ചത്? തീർന്നില്ല, കേട്ടോളൂ, ഇനിയും കേട്ടോളൂ. പ്രത്യേകിച്ചും സമസ്തയുടെ യുവസംഘടനാ നേതാക്കളെ SKSSF തിരൂരിൽ സംഘടിപ്പിച്ച മനുഷ്യജാലിക പരിപാടിയിൽ ലീഗിന്റെ കടുത്ത ശത്രു കൂടിയായ KT ജലീൽ MLA പങ്കെടുപ്പിച്ചാണ് സമസ്ത ഇതിന് മറുപടി നൽകിയത്. അപ്പൊ ചോദിക്കട്ടെ, ആരാണ് ഇടതുപക്ഷത്തെ പങ്കെടുപ്പിച്ച് ലീഗിനോടുള്ള വിരോധം തീർത്തത്? ഞങ്ങൾ ഏത് പരിപാടി നടത്തുമ്പോഴും ലീഗുകാരെയും ക്ഷണിക്കും, കോൺഗ്രസുകാരെയും ക്ഷണിക്കും, ഇടതുപക്ഷക്കാരെയും ക്ഷണിക്കും, വലതുപക്ഷക്കാരെയും ക്ഷണിക്കും. കാരണം ഞങ്ങൾ പക്ഷക്കാരല്ല. വരുന്നവർ വരും, വരാത്തവർ വരൂല. വരുന്നവർക്ക് പ്രസംഗിക്കാം, അല്ലാത്തവർക്ക് പ്രസംഗിക്കാതിരിക്കാം. അങ്ങനെയാണ്. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, ലീഗിന്റെ ഒരു നേതാവിനെയും പങ്കെടുപ്പിക്കാതെ മുസ്ലിം ലീഗിന്റെ ഈ യുഗത്തിലെ ഏറ്റവും വലിയ ശത്രുവായി കണക്കാക്കപ്പെടുന്ന ജലീലിനെ നിങ്ങൾ പങ്കെടുപ്പിച്ച് ലീഗിനോട് വിരോധം തീർത്തില്ലേ? ഇങ്ങനത്തെ നിങ്ങൾ ഇപ്പോൾ എവിടുന്നാണ് ലീഗിന്റെ ആളായി രംഗത്ത് വരുന്നത്? അവിടെയാണ് ഞങ്ങളെ സംശയം. നിങ്ങൾ എവിടുന്നാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും ആളായി രംഗത്ത് വരുന്നത്? നിങ്ങൾക്ക് എവിടെയാണ് അവിടെ സ്ഥാനമുള്ളത്? നിങ്ങൾക്ക് എവിടെയാണ് അതുമായി ബന്ധമുള്ളത്? ഒരാൾ വരുമ്പോ അഡ്രസ് പറയണോ? വഴി, പോസ്റ്റ്, വഴി, ആ വഴി പറയണോ? മുസ്ലിം ലീഗുകാർ അവർ ജയിച്ചിട്ടുണ്ടെങ്കിൽ ആഹ്ലാദ പ്രകടനം നടത്തും, സ്വാഭാവികമാണ്. LDF ജയിച്ചാൽ അവർ നടത്തും, UDF ജയിച്ചാൽ അവർ നടത്തും. അവർ നടത്തിക്കൊള്ളട്ടെ. നിങ്ങൾക്ക് പൂച്ചക്ക് എന്താണ് പൊന്നു തൂക്കുന്ന സ്ഥലത്ത്? അത് തൂക്കുന്നവര് തൂക്കട്ടെ. ഇവിടെയാണ് ഞാനൊരു സംഘടനയുടെ പ്രവർത്തകനായതുകൊണ്ട് ചോദിക്കുക, എന്താണ് നിങ്ങൾക്ക് ഇവിടെ റോള്? ഇനി ഞാൻ ചുരുക്കട്ടെ, ഇങ്ങനെ ഇനിയും കേട്ടോളൂ. ഇതേ തുടർന്നാണ് പാണക്കാട് ചർച്ചയ്ക്ക് വിളിച്ചതെന്നൊക്കെയാണ് ശേഷം പറയുന്നത്. അപ്പൊ നിങ്ങൾ മുസ്ലിം ലീഗിനെ നശിപ്പിക്കാൻ വേണ്ടി ലീഗ് വിരോധികളെ കൂട്ടുപിടിച്ച് പരിശ്രമം തുടങ്ങിയിട്ട് കാലമേറെയായി എന്നത് മുസ്ലിം ലീഗ് നേതൃത്വം കണ്ടറിഞ്ഞു. ആ കണ്ടറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർ കാന്തപുരം ഉസ്താദിനെ സമീപിച്ചെങ്കിൽ അതിനവരാണോ ഉത്തരവാദി? നിങ്ങളാണോ ഉത്തരവാദി? നിങ്ങളൊരു പണ്ഡിത സംഘടനയായി അംഗീകരിക്കാൻ യോഗ്യതയുള്ളതാണെന്ന് നിങ്ങൾ 20 കൊല്ലത്തിനിടയിൽ തെളിയിച്ചോ? തെളിയിച്ചെങ്കിൽ ഫത്വ മാറ്റേണ്ടി വരുമോ? തെളിയിച്ചെങ്കിൽ നിരീശ്വരവാദികൾക്ക് ദേശാഭിമാനിയിൽ ഇസ്ലാമിനെ ചോദ്യം ചെയ്യാനുള്ള ലേഖനം എഴുതാൻ അവസരമുണ്ടാകുമായിരുന്നു. അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഹാ ഹൂ ഹി എന്ന സാലിഹ്യങ്ങൾ ചൊല്ലിയ ദിക്റിനെ പരിഹസിക്കാൻ കഴിയുമായിരുന്നു. നിങ്ങൾക്ക് സാദാത്തുക്കളെ നിസ്സാരപ്പെടുത്താൻ കഴിയുമായിരുന്നു. നേരത്തെ ഉസ്താദ് അവർകൾ വെല്ലുവിളിച്ചത് കേട്ടില്ലേ നിങ്ങൾ? ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങളെ നിന്ദിക്കുന്ന ഒരൊറ്റ പ്രസംഗം ഞാൻ പ്രസംഗിച്ചതായോ ഞങ്ങളെ ഉലമാക്കൾ പ്രസംഗിച്ചതായോ തെളിയിക്കുമോ ചോദിച്ചില്ലേ? ഒരു സെൻസിംഗ് പത്രം, ആ സെൻസിംഗ് പത്രവും ഞങ്ങളുടെ സംഘടനയും തമ്മിൽ എന്താണ് ബന്ധം? ആ പത്രത്തിൽ ഒരിക്കൽ ശിഹാബ് തങ്ങളുടെ തല കീഴാക്കി ഫോട്ടോ കൊടുത്തപ്പോൾ അതിനെതിരെ ശക്തിയായി പ്രസംഗിച്ചവരാണ് ഈ നിൽക്കുന്ന വിനീതനായ ഞാൻ. കാരണം അഹ്ലുബൈത്തിനെ ബഹുമാനിക്കുക എന്നത് സുന്നത്ത് ജമാഅത്താണ്. അത് പാർട്ടി നോക്കിയിട്ട് മാത്രമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ ശിആറും അതിന്റെ ചിഹ്നവും നിലനിർത്തേണ്ടത്. ഇനിയും ഞാൻ പറയട്ടെ, ഇന്നും ഇവിടെ ഇപ്പോൾ പ്രസംഗിച്ചപ്പോ നിങ്ങൾക്ക് സുന്നി വോയിസ് എടുത്ത് വായിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ ഞങ്ങളുടെ പത്രം എടുത്ത് വായിക്കാൻ കഴിഞ്ഞു. സെൻസിംഗ് എടുത്ത് വായിച്ചിട്ട് ഇത് ഞങ്ങളുടെ പത്രമാണെന്ന് വരുത്തി തീർക്കാനുള്ള ഗൂഢശ്രമമല്ലേ അപ്പുറത്തുള്ള വ്യക്തികൾ ചെയ്തത്? പലപ്പോഴും മുജാഹിദുകളെ സംബന്ധിച്ച് ഞങ്ങൾ ഓതാറുണ്ട്, കബളിപ്പിക്കുന്ന കക്ഷികൾ, കളവ് പറയുന്ന കക്ഷികൾ അന്ത്യനാളിൽ വരുമെന്ന്. നിങ്ങളും അവരോട് കൂടെ ചേർന്ന് ചാണകം മണക്കും ആലചാരിയാലെന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്കും അത് സംഭവിച്ചു പോകുന്നുണ്ടോ എന്ന് നിങ്ങൾ ഭയപ്പെടണം. നിങ്ങളത് ചിന്തിക്കണം. നിങ്ങൾ സുന്നത്ത് ജമാഅത്തിലേക്ക് തിരിച്ചു വരണം. നിങ്ങൾ കബളിപ്പിക്കുന്ന ഏർപ്പാടുകൾ നിർത്തണം. ഇനിയും ചോദിക്കട്ടെ, ഒരു പൊതുപത്രമായ സിറാജ് ദിനപത്രം ഇവിടെ പുറത്തിറങ്ങുമ്പോൾ ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും സ്ഥാനാർത്ഥികളെ പറ്റി പുകഴ്ത്തിയും മികഴ്ത്തിയും ഒക്കെ പത്രങ്ങൾ റിപ്പോർട്ട് വരും. എന്നാൽ ഒരു പൊതുപത്രത്തിന്റെ സ്വഭാവം അങ്ങനെയായിരിക്കും. എന്നാൽ അതുപോലും വായിക്കാതെ നിങ്ങളിവിടെ മുഖപത്രം, ഇവരുടെ മുഖപത്രം എന്ന് പറഞ്ഞ് ഒരു വാറോല വായിച്ചല്ലോ. ആ വാറോലയും ഞങ്ങളുടെ സംഘടനയും തമ്മിലുള്ള ബന്ധം എന്താ?
ഞങ്ങളുടെ സംഘടനയുടെ പ്രസ്താവനകൾ ഞങ്ങൾ ആൺകുട്ടികളെ പോലെ സിറാജ് പത്രത്തിലും മാതൃഭൂമിയിലും മനോരമയിലും ചന്ദ്രികയിലും മാധ്യമത്തിലും സർവ്വപത്രങ്ങളിലും ഇവിടെ കൊടുത്തിട്ടില്ലേ? ആ പത്രങ്ങളിൽ മുഴുവൻ ഞങ്ങളുടെ പ്രസ്താവനകളില്ലേ?